നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. പണ്ട് 2017 ഒരു ആപ്പിൾ വാച്ച് കയ്യിൽ കെട്ടി എന്ന് പറഞ്ഞാണ് ഋതപ്രതാപ് ബാനർജിയെ CPM അന്നേയും പുറത്താക്കിയത്. അന്ന് MP ആയിരുന്നു അല്ലേ, CPM-ൻ്റെ രാജ്യസഭ MP ആയിരുന്നു അദ്ദേഹം, ബംഗാളിൽ നിന്നുള്ള. അങ്ങനെ TMC-യിലേക്ക് വന്നു. SFIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതെ, ഇത് ഭാവിയിലത്തെ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഇന്ന് MA ബേബി ഇരിക്കുന്ന കസേരയിൽ ഇരിക്കേണ്ട ആളാണ് ഋതപ്രതാപ് ബാനർജി. അങ്ങനെ അന്നത്തെ കാരാട്ട് യെച്ചൂരി വിഭാഗീയതയുടെ അങ്ങനെ പറയുന്നത്. അതായത് കാരാട്ട്, ബൃന്ദ തുടങ്ങിയ നേതാക്കൾ അവർ വരച്ച വരയിൽ കൂടിയല്ല ഋതപ്രത സഞ്ചരിച്ചിരുന്നത്. ഒരു നമുക്കൊന്ന് ട്രേസ് ചെയ്യാൻ പറ്റാത്തൊരു പോക്കാണ്. നേരെ TMC-യിലേക്ക് വരുന്നു. അതേ ഋതപ്രതയെ തന്നെ TMC വീണ്ടും MP ആക്കുന്നു. ഒടുവിൽ ആ MP സ്ഥാനമെല്ലാം കഴിഞ്ഞിട്ട് MLA ആവുന്നു. അതെ, ഇപ്പം ഇത്ര കനത്ത BJP തരംഗത്തിനിടയിലും ജയിച്ച് MLA ആകുന്നു. എന്നിട്ട് ഡൽഹിയിൽ ചെന്ന് അന്ന് മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരിയോട് കുശലാന്വേഷണം കൈകൊടുക്കൽ. മമത ഞെട്ടിയത് അവിടെയാണ്. ശരിക്കും ഇയാളുടെ ലക്ഷ്യം എന്താണെന്ന് മമതയ്ക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല. അതിനുശേഷമാണ് സുവേന്ദു അധികാരി ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് തനിക്ക് പ്രതിപക്ഷ നിയമസഭാ സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് ആരാകണം എന്ന് സംബന്ധിച്ച് പ്രതിപക്ഷ MLA-മാർ ഒപ്പിട്ട കത്ത് വ്യാജമാണെന്ന് പ്രഖ്യാപിക്കുന്നത്. അതോടെ പിരിച്ചുവിട്ട ആരെയാണ്? പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ഋതപ്രതയാണ്, മമത, സന്ദീപൻ സാഹുവിനെ. അപ്പം ഇവരെന്ത് ചെയ്തു? ഇവരപ്പോൾ തന്നെ 60 MLA-മാരെ അങ്ങ് അടർത്തി മാറ്റി. ഇപ്പം ആരായി? പടുകുഴിയിലായത് മമതയായി. അങ്ങനെ നമുക്കൊന്നും ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി പഴയ ചിലരൊക്കെ പറയുന്നുണ്ട് ബംഗാളിൽ ഇനി SFIയുടെ താരോദയം വരാൻ പോകുന്നു. ഋതപ്രത SFI ഈ TMC-യിലെ പിളർത്തിയെടുത്ത MLA-മാരെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. വേറൊരു വിഭാഗം പറയുന്നു സുവേന്ദു അധികാരിയുടെ BJP-യുമായിട്ട് ഘടകകക്ഷിയാകാൻ ശ്രമിക്കുന്നു. അങ്ങനെ 2-3 കാരണം വ്യക്തമായ ഒരു ചിത്രം ഇദ്ദേഹത്തിന് കിട്ടുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹം ആദ്യ മത്സരത്തിൽ തന്നെ MLA ജയിച്ച് കയറുകയും മമതയെ തൂക്കി തറടിക്കുകയും ചെയ്യും. മമതയെ 4 വരെ തറയിലടിച്ചു. ബംഗാളിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ അത് BJP-ക്ക് ഗുണകരമാണോ അതോ തൃണമൂലിന് ഗുണകരമാണോ? അതോ അല്ല, അത് വളരെ ശരിക്കും അത് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സത്യത്തിൽ ഇപ്പോൾ ബംഗാളിൽ BJP-ക്ക് പ്രതിപക്ഷമില്ല. സുവേന്ദു അധികാരിക്ക് പ്രതിപക്ഷമില്ല. 208 സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഫാൽത്ത സീറ്റിൽ ഉൾപ്പെടെ BJP വിജയിച്ചപ്പോൾ 208 സീറ്റായി. 294 സീറ്റാണ് അവിടെ ടോട്ടൽ ഉള്ളത്. അതിൽ തൃണമൂലിന് 80 സീറ്റ് കിട്ടി. പിന്നെ ബാക്കി ഇടതുപക്ഷവും പിന്നെ കോൺഗ്രസും ഒക്കെ ആയിട്ട് 1-2 സീറ്റൊക്കെ ജയിച്ച്, സ്വതന്ത്രനൊക്കെ ജയിച്ച്, അങ്ങനെ പോയി. സത്യത്തിൽ ബംഗാളിൽ ഒരു ശക്തമായ പ്രതിപക്ഷം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. സുവേന്ദു അധികാരി അവിടുത്തെ കിരീടം വയ്ക്കാത്ത രാജാവായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട, ജനാധിപത്യത്തിൽ രാഷ്ട്രീയം 2 ധ്രുവങ്ങളിലാണ് അല്ലേ? 2 ധ്രുവങ്ങളിലായിട്ട് നമ്മൾ നിയമസഭ തന്നെ എടുത്തു നോക്കൂ. 2 ധ്രുവങ്ങളാണ്, ഭരണപക്ഷവും പ്രതിപക്ഷവും. 2 പക്ഷങ്ങൾ എപ്പോഴും അവിടെ ഉണ്ട്. 2 പക്ഷങ്ങളുണ്ടെങ്കിൽ എപ്പോഴും ചർച്ചകൾ നടക്കുകയുള്ളൂ. പണ്ട് ജയലളിത തമിഴ്നാട്ടിൽ ഇതുപോലെ ഒരിക്കൽ അധികാരത്തിൽ കയറിയപ്പോൾ, എനിക്ക് തോന്നുന്നു 2011 തോന്നുന്നു, കയറിയ സമയത്ത് അവിടെ പ്രതിപക്ഷം ഇല്ല. ഇവർ തോറ്റ് തുന്നമ്പാടി DMK പിന്നെ ഉപ്പുവെച്ച കലം പോലെ അന്ന് തകർന്നു. വരാൻ പറ്റാത്ത സാഹചര്യം. അന്ന് അവസാനം ജയലളിത സ്വന്തം പാളയത്തിൽ നിന്ന് ജയിച്ചു വന്ന വിജയകാന്തിനെ പ്രതിപക്ഷ നേതാവാക്കി. ആ വിജയകാന്ത് പിന്നീട് ജയലളിതയ്ക്ക് എതിരായി, അത് മറ്റൊരു കാര്യം. പക്ഷേ ജയലളിതയ്ക്ക് ഒപ്പം നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്ന വിജയകാന്തിന് മാത്രമേ പ്രതിപക്ഷ നേതാവാകാനുള്ള യോഗ്യതയുള്ളൂ. അത്ര MLA-മാരുടെ പിന്തുണയുള്ളൂ. എതിരെ വേണം. അതെ, ഇവിടെയും സത്യത്തിൽ സുവേന്ദു അധികാരിക്ക് ഒരു എതിരാളി അവിടെ ഉണ്ടോ? മമത സഭയിൽ കയറാൻ പറ്റത്തില്ല. അഭിഷേക് ബാനർജി രാജ്യസഭ MP-യാണ്. ഇനി ഇവിടെ ഏതെങ്കിലും ഒരു ആളിനെ രാജിവെപ്പിച്ചിട്ട് മമതയോ മറ്റോ മത്സരിച്ചാൽ ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല അല്ലേ?
സുവേന്ദു അധികാരിക്ക് കൃത്യമായിട്ട് പൊളിറ്റിക്സ്, ബംഗാൾ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യാൻ അറിയാമെന്നുള്ളതിന്റെ തെളിവാണ്. അഭിഷേകിന്റെ വസതിയിൽ നിന്ന് ലീഡ് ചെയ്യുന്ന ജൂൺ 15 ഹാജരാകാൻ നോട്ടീസ് കൊടുത്തു. നിയമന അഴിമതി, പിന്നെ കൽക്കരി. അല്ല, അത് മമതയ്ക്കും മമതയ്ക്കും അഭിഷേകിനും ജയിലിലേക്കുള്ള വാതിൽ തുറന്നു. ഏതാണ്ട് ഒരു കേരള ഒരു കോയിൻസിഡൻസ് പോലെയാണ് അല്ലേ? അതായത് കേരളത്തിൽ മറ്റേ വീണ വിജയന്റെ പിന്നാലെ പിണറായി വിജയനെ തേടി ഇടി, അവിടെ അഭിഷേക് ബാനർജിയുടെ അനന്തരവന്റെ പിന്നാലെ മമതയെ തേടി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗാളിൽ സത്യത്തിൽ ഒരു പ്രതിപക്ഷ നേതാവില്ലാത്ത അവസ്ഥ. മമതയോട് തൃണമൂൽ കോൺഗ്രസ്സുകാരൻ, കാരണം തൃണമൂൽ കോൺഗ്രസ്സിനെ വെറും തൃണമാക്കി കളഞ്ഞു മമത. അതാണ് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ്സിൽ ജയിച്ചു വന്നവരുടെ ഉള്ളിൽ പോലും മമതയ്ക്കെതിരായ അതിശക്തമായ വികാരമുണ്ട്. മമതയ്ക്ക് അഭിഷേക് ബാനർജിക്കും എതിരാണ് ആ വിഭാഗം നേരത്തെ ഉണ്ടായിരുന്നു. അല്ല, അത് മമത എന്ന് പറഞ്ഞാൽ മമത, അഭിഷേക് ബാനർജി അടങ്ങുന്ന, ഡെറിക് ഒബ്രിയൻ അടങ്ങുന്ന ആ ഒരു കോക്കസാണ്. ആ കോക്കസിനെതിരായ വികാരം വളരെ ശക്തമാണ്. ഭയന്നാണ് ഗുണ്ടകളെ ഭയന്നാണ്. അധികാരം മമതയുടെ ഇരിക്കുമ്പോൾ മമതയെ ഭയപ്പെട്ടേ മതിയാവുള്ളൂ. കാരണം ഇത്ര എക്സെൻട്രിക് ആയ ഒരു സ്ത്രീ എന്തും ചെയ്തു കളയും. അതുകൊണ്ട് തന്നെ ഇവർ അവസരം കാത്തിരുന്നു. ഈ ഋതബ്രത ബാനർജി, സന്ദീപൻ സാഹു എന്ന് പറയുന്ന 2 പേര് രംഗത്ത് വന്നത് അവരുടെ ഒപ്പല്ല. പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുത്ത അറിയിപ്പ് കത്ത് കൊടുത്തതിൽ ഇവർ 2 പേരും ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ ഒപ്പല്ല, അത് അഭിഷേക് ബാനർജി ഇട്ട ഒപ്പാണ്. അതുകൊണ്ട് അത് റദ്ദാക്കണം. സ്പീക്കർക്ക് അവർ കത്ത് കൊടുത്തു. മാത്രമല്ല 59 MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടുള്ള കത്ത് ഇവർ കൊടുക്കുകയും ചെയ്തു. ഋതബ്രത ബാനർജി കൊടുക്കുകയും ചെയ്തു. സ്പീക്കർ അത് അംഗീകരിച്ചു. കാരണം സ്പീക്കർക്കറിയാം സഭയിൽ ഒരു ശക്തനായ പ്രതിപക്ഷ നേതാവ് വേണം. അത് മമതയ്ക്ക് ഇനി പറ്റില്ല. മാത്രമല്ല മമത 15 കൊല്ലം അധികാരത്തിലിരുന്ന് സുഖിച്ച് ഈ എന്താ പറയുക, പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം മറന്നുപോയി. പ്രതിപക്ഷം എന്നുള്ള ഒരു കാര്യം മമതയ്ക്ക് ഓർമ്മയിലുണ്ടായിരുന്നെങ്കിൽ മമത ഒരു കാരണവശാലും ഈ പറഞ്ഞതുപോലെ ഇതിനെതിരെ ഇത്രയും, അതായത് ജനങ്ങൾക്കെതിരെ ഇത്രയും ഒരു രൂക്ഷമായ കൃത്യങ്ങൾ ചെയ്യില്ലായിരുന്നു. ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് പറയാൻ പോലും ലജ്ജിക്കേണ്ട ഒരു സാഹചര്യം. ഇനി ഋതബ്രത ബാനർജിയുടെ പാരമ്പര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം SFIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ശക്തനായ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവായിരുന്നു. പക്ഷേ ആ ആളിനെ, അങ്ങനെ ഒരു നേതാവിനെ പാർട്ടി തന്നെ ഒതുക്കി. എന്താ, കയ്യിൽ ആപ്പിളിൻ്റെ വാച്ച് കെട്ടി. 34 വയസ്സിൽ MP ആയ ആളാണ്. കയ്യിൽ ആപ്പിളിൻ്റെ വാച്ച് കെട്ടിയതിന് അദ്ദേഹത്തെ പിന്നെ ജീൻസ് ഇട്ടു. ജീവിത രീതിയിൽ ഈ ജീവിത രീതിയിലൊക്കെ ലാളിത്യം പ്രകടിപ്പിക്കുന്ന കാരാട്ടും യെച്ചൂരിയും ഒക്കെ എന്താ ചെയ്തത്? പാർട്ടിയെ എവിടെ എത്തിച്ചു? ഈ ഋതബ്രത ബാനർജി ഇപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്ക്. SFIന്ന് മാറി തൃണമൂലിൽ പോയിട്ട് അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു അല്ലേ? ഈ ശക്തമായ മമതാ വിരുദ്ധ വികാരം, മമതാ വിരുദ്ധ തരംഗം, BJP അനുകൂല തരംഗമൊക്കെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇയാൾ ജയിച്ചു. അപ്പോൾ ആ ജയിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി മമതയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, മമതയെ കൊണ്ട് ഇനി ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ പാർട്ടിയുടെ കടിഞ്ഞാൺ അവർ കയ്യിലെടുത്തു. അതാണ് സംഭവിച്ചത്. ഇനി ഒരു കാരണവശാലും മമതയുടെ കയ്യിലേക്ക് തൃണമൂൽ കോൺഗ്രസിനെ കൊടുക്കണ്ട എന്നാണ് അവരുടെ തീരുമാനം. അതിന് 59 MLA-മാർ പിന്തുണച്ച് അവരുടെ കൂടെ ഉണ്ട്. മമതയുടെ കൂടെ ആകെ 20 പേർക്ക് താഴെ ഉള്ളൂ. ബാക്കിയുള്ളവർ എങ്ങും തൊടാതെ മിണ്ടാതെ നിൽക്കുകയാണ്. അവർ ചിലപ്പം ഇവരുടെ കൂടെ ചേരാം. എന്തായാലും ഇവരൊരു പ്രത്യേക ബ്ലോക്കായിട്ട് സഭയിൽ ഇരിക്കും എന്ന് വ്യക്തമായി. മാത്രമല്ല ഇവരിനി അവകാശപ്പെടാൻ പോകുന്നത് ചിഹ്നവും പാർട്ടിയും ഞങ്ങൾക്ക് തരണം. കാരണം ഞങ്ങളുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത്. തീർച്ചയായിട്ടും മമതയുടെ കൂടെ ഒരുപാട് അണികളുണ്ടാവും, ആൾക്കൂട്ടം ഉണ്ടാവും. പക്ഷേ പാർട്ടിയാവില്ലത്. അത് പാർട്ടിയാകണമെങ്കിൽ അതിന് കൃത്യമായിട്ട് ജനപ്രതിനിധികൾ വേണം. ആ ജനപ്രതിനിധികൾ ഉള്ളത് ഋതബ്രതയുടെ കൂടെയാണ്. അതുകൊണ്ട് ഋതബ്രതയ്ക്ക് അവകാശവാദം ഉന്നയിക്കാം. അത് സ്പീക്കർ അംഗീകരിക്കുകയും ചെയ്യും. കാരണം ന്യായം ആ ഭാഗത്താണ്. ഈ സമാനമായ സംഭവമല്ലേ മഹാരാഷ്ട്രയിൽ നടന്നത്? അവിടെ ശിവസേന പിളർന്നു, NCP പിളർന്നു. അവിടെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ മമത പ്രതിപക്ഷ നേതാവ് പോലുമല്ല, അവിടെ ഉദ്ധവ് മുഖ്യമന്ത്രിയായിരുന്നു.
അവിടെ ഷിൻഡെ ഒരു മന്ത്രിസഭയുടെ ഒരു ഭരണത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നയാൾ ഇത്രയും എം എൽ എമാരെയും കൊണ്ട് വരണമെങ്കിൽ അത് ചെറിയ ടാസ്ക് അല്ല. ഇത് തോറ്റ് തുന്നമ്പാടി മമത തകർന്ന മമതയെ ഇനി ബി ജെ പിക്ക് ഒന്നും ചെയ്യാനില്ല. മമത ഇനി കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട. മമതയുടെ അതുകൊണ്ടാണ് അല്ല, അവരെ പാർട്ടിക്കാർ തന്നെ തീർക്കും. അവരുടെ പാർട്ടിക്കാർ തന്നെ മമതയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കി. മമതയെ രാഷ്ട്രീയത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കും. അവർ തൃണമൂലിൽ നിന്ന് അടിച്ചു പുറത്താക്കും. അതുകൊണ്ടാണ് സ്പീക്കർ 59 എം എൽ എമാരുടെ പിന്തുണയായിട്ട് വന്ന ഋതംബ്രതയെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിച്ച് ബ്ലോക്കും കൊടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞത് നിയമസഭയിൽ. ഇനി ഋതംബ്രതയും മമതയും തമ്മിൽ അടിച്ചോളും. നമ്മൾ മമതയുടെ പുറകെ പോയി സമയം കളയുന്നതിന് നമുക്കിവിടെ വേറെ ഒരുപാട് ജോലിയില്ലേ? നമുക്ക് ബംഗാളിൻ്റെ വികസനം വിഷയമല്ലേ? അമുൽ എത്ര ഏതാണ്ട് 850 കോടിയോ എന്തോ ആണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബംഗാളിൽ. അല്ല, കേരളവും ബംഗാളും തമ്മിലുള്ള വ്യത്യാസം, ബംഗാളിൽ ഇപ്പോഴും കൃഷി അവശേഷിക്കുന്നുണ്ട്. കാർഷിക വൃത്തി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. അവിടുത്തെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വലിയ ഡിമാൻഡുണ്ട്. അതെ, അപ്പോൾ കൃഷി ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് വ്യവസായം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃഷിയിൽ നിന്നാണ് വ്യവസായം, വ്യവസായത്തിൽ നിന്നാണ് സമാധാനപൂർണമായൊരു ജീവിതം മനുഷ്യനുണ്ടാകുന്നത്, അല്ലേ? സാമ്പത്തിക ശാസ്ത്രം ഈ മാർക്സ് പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രമല്ല, ഇത് മനുഷ്യൻ്റെ സാമ്പത്തിക ശാസ്ത്രമാണ്. ഭൗതികവാദം ആണെങ്കിൽ പോലും കൃഷി, മണ്ണിൽ നിന്ന് കൃഷി, കൃഷിയിൽ നിന്ന് പിന്നെ വ്യവസായം, വ്യവസായത്തിൽ നിന്ന് മനുഷ്യൻ്റെ സമാധാനപൂർണമായ സ്വൈര ജീവിതം, ഇതാണ് ആപ്തവാക്യം. അത് ബംഗാളിൽ ഇനി വിജയിക്കും. അത് ബംഗാളിൽ വിജയിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ജനങ്ങൾ കൊടുത്ത കാരണം അവരാഗ്രഹിക്കുന്നത് ഇതാണ്. അതുകൊണ്ടാണ് മമതയെ അടിച്ച് പുറത്താക്കിയിട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ മമതയുടെ പാർട്ടിക്ക് പോലും വേണ്ടാതായി. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. മമതയുടെ കുടുംബത്തിനും മമതയെ വേണ്ടാതായി. മമതയ്ക്ക് അടുത്ത വലിയൊരു തിരിച്ചടി കിട്ടി. മമതയുടെ സഹോദരൻ ബാബുൻ ബാനർജി മമതയെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നു. ബാബുൻ ബാനർജി പറയുന്നതിന് കാരണമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സുവേന്ദു അധികാരി എൻ്റെ മൂത്ത സഹോദരനാണ്. നോക്കൂ, പാർട്ടിയിൽ നിന്ന് പുറത്തായ മമത ആദ്യം ഭരണത്തിൽ നിന്ന് പുറത്തായി, പാർട്ടിയിൽ നിന്ന് പുറത്തായി, കുടുംബത്തിൽ നിന്നും പുറത്തായി. മമതയെ കുടുംബക്കാർക്കും വേണ്ട. അതേ വീട്ടിൽ വെച്ച് തന്നെയാണ് ഇടയ്ക്ക് ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് മമതയ്ക്ക് പെട്ടെന്ന് മമത തലയിറങ്ങി വീഴുന്നു. തലയിൽ വലിയൊരു മുറിവുണ്ട്, അത് കെട്ടിവെക്കുന്ന ചിത്രമുണ്ട്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളെല്ലാം ചോദിച്ചത് മമതയ്ക്ക് എന്ത് പറ്റി? അത് അവിടെ നടന്നൊരു കുടുംബ വഴക്ക് തന്നെയായിരുന്നു അന്നും വ്യക്തമായി. കാരണം അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ആ തർക്കം, അഭിഷേക് ബാനർജിയും മറ്റ് ഈ മമതയുടെ സഹോദരങ്ങളും ചേർന്നുള്ള അവർ തമ്മിലുള്ള തർക്കം, ഈ തർക്കത്തിൽ മമതയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നു. പക്ഷെ പുറത്ത് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് മമതാ ബാനർജി സ്വന്തം സ്വഭാവസ്ഥയിൽ വീണു കിടന്നത്. ബാബുൻ ബാനർജി പറയുന്നത് താൻ കുടുംബത്തിൽ നിന്ന് വളരെ കാലം മുമ്പ് തന്നെ പുറന്തള്ളപ്പെട്ടു. അതിന് കാരണം അഭിഷേക് ബാനർജിയാണ്. ഇതേ തർക്കം അഭിഷേക് ബാനർജി മമതയിലൂടെ കുടുംബത്തിൻ്റെ അധീശത്വം പിടിച്ചെടുക്കുകയായിരുന്നു. അതാണ് തന്നെ പുറത്താക്കിയത്. ഈ ബാബുൻ ബാനർജി പിന്നീട് അവസാനം ഇദ്ദേഹം ഈ കായിക മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരാളാണ് ബാബുൻ ബാനർജി. അദ്ദേഹം പിന്നെ ഡൽഹിയിൽ പോയിട്ട് പിന്നെ ഈ കേന്ദ്ര കായിക മന്ത്രിയൊക്കെ കണ്ട് സംസാരിച്ച് ഒളിമ്പിക് അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. അന്നും ബാബുൻ ബാനർജിക്കെതിരെ പ്രവർത്തിക്കുകയും പോലീസിനെ ഉപയോഗിച്ച്, ബംഗാൾ പോലീസിനെ ഉപയോഗിച്ച് ബാബുൻ ബാനർജിക്കെതിരെ വലിയ ഭീഷണിയൊക്കെ സാമ്പത്തിക ക്രമക്കേട് തലയ്ക്ക് വെക്കും, അത് കേസാക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അത് അരൂപ് ബിശ്വാസാണ്, അഭിഷേകിൻ്റെ വിശ്വസ്തൻ. അപ്പോൾ ഇത് കൂടാതെ ഈ പിന്നെ സുജിത് ബോസ്, അയാൾ ബംഗാൾ ഹോക്കി അസോസിയേഷനിലെ അധികാരം ബാബുൻ ബാനർജിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തു. ഇതെല്ലാം ചെയ്തിട്ടും മമത ഒരക്ഷരം മിണ്ടിയില്ല ബാബുൻ ബാനർജിയെ സംരക്ഷിക്കാൻ. ന്യായം ബാബുൻ ബാനർജി പറയുന്നത്, ശരി, തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കൂട്ടരെ അധികാരം പിടിച്ചെടുക്കുകയാണ്, അവർ ജയിച്ചു, അവരുടെ പാനൽ ജയിച്ചു,
നമുക്കറിയാലോ പ്രസ് ക്ലബ്ബിലൊക്കെ 2 പാനലുകൾ മത്സരിക്കാറുണ്ട്, ചിലപ്പോൾ 3 പാനലുകൾ മത്സരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഒരു പാനൽ വിജയിക്കും. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു ജനാധിപത്യ ക്രമത്തിലൂടെ അവിടെ ഈ ബംഗാൾ ഹോക്കി അസോസിയേഷനും അതുപോലെ തന്നെ മറ്റ് കായിക മേഖലയിലെ മറ്റ് സംഘടനകളെയും തൻ്റെ കയ്യിൽ നിന്ന് അധികാരം അവർ അങ്ങനെ നേടിയിരുന്നെങ്കിൽ തനിക്കത് സ്വീകാര്യമായിരുന്നു, അതിനെ താൻ അംഗീകരിച്ചേനെ. പക്ഷെ അങ്ങനെയല്ല. ഗുണ്ടായിസത്തിലൂടെ പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് മമതയുടെ കൂടെയുള്ളവരും ഇത് ഏറ്റെടുത്തത്. അങ്ങനെ അദ്ദേഹം അവസാനം സഹികെട്ട് തൃണമൂൽ വിട്ടു. സുവേന്ദു അധികാരി അഭയം പ്രാപിച്ചു. അദ്ദേഹം വഴി ഡൽഹിയിലെത്തി. ഡൽഹിയിൽ കേന്ദ്ര കായിക മന്ത്രാലയത്തെയൊക്കെ കണ്ട്, കായിക മന്ത്രിയൊക്കെ കണ്ട്. ഇപ്പോൾ അദ്ദേഹം ബംഗാളിലുണ്ട്. ബംഗാളിൽ അദ്ദേഹത്തിന് പഴയ ഈ അവിടുന്ന് ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് ചില പൊസിഷനുകൾ കിട്ടി, പദവികൾ കിട്ടി. ഇരിക്കട്ടെ. ഇപ്പോൾ അദ്ദേഹം പറയുന്നു സുവേന്ദു തൻ്റെ മൂത്ത സഹോദരനാണ്. എന്ന് വെച്ചാൽ സുവേന്ദു വഴി ഇനിയിപ്പോൾ മമതയുടെ മുഖത്തടിച്ചുകൊണ്ട് തന്നെ ഈ പദവികളിലേക്ക് തിരിച്ചു വരും. ഈ ഒളിമ്പിക് അസോസിയേഷൻ്റെയും അതുപോലെ ഹോക്കി അസോസിയേഷൻ്റെയും ഒക്കെ പദവികളിലേക്ക് തിരിച്ചു വരും. നമുക്കറിയാം ബംഗാളിൽ ഈ പറഞ്ഞതുപോലെ ഫുട്ബോളും ഒരു കാലത്ത് ഫുട്ബോളിന് വലിയ സ്വാധീനമുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഫുട്ബോൾ പ്രേമികളുടെ ഒരു കേന്ദ്രമാണ് ബംഗാൾ. ആ ബംഗാളിൽ ഈ പറയുന്ന ഹോക്കിയുടെ ഒക്കെ ഒരു കേന്ദ്രമായിരുന്നു. അവിടേക്ക് തിരിച്ചു വരും. പഞ്ചാബ് കഴിഞ്ഞാൽ വലിയ ഇന്ത്യൻ കായിക മേഖലയിൽ വലിയ പ്രതിഭകളെ സംഭാവന ചെയ്ത ഒരു സംസ്ഥാനം കൂടിയാണ്, ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് മമതയുടെ കുടുംബാംഗം സഹോദരൻ ബാബുൻ ബാനർജി കടന്നു വരികയാണ്. അപ്പോൾ ഇതെല്ലാം മമതയ്ക്ക് തിരിച്ചടിയാണ്. മമത ഒരു തരത്തിലും ഇനി കയറി വരത്തില്ല. ഇദ്ദേഹത്തിന് ഇതിൽ നിന്നെല്ലാം ഒതുക്കി അവസാനം ആർക്കും വേണ്ടാത്ത ടേബിൾ ടെന്നീസ് അസോസിയേഷനിൽ കൊണ്ടിട്ടു മമത. ഈ മനുഷ്യനെ സ്വന്തം സഹോദരനാണ്, എന്നാലോചിക്കണം. ആ സഹോദരനെ അനന്തരവന് വേണ്ടിയിട്ട് ടേബിൾ ടെന്നീസ് ഇതിൽ കൊണ്ടിട്ടു. അവിടെ നിന്നാണ് ഇനിയിപ്പോൾ അദ്ദേഹം കയറി വരും. അപ്പോൾ എന്തായാലും ഭരണത്തിൽ നിന്ന് പുറത്തു പോയി, തൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി, കുടുംബത്തിൽ നിന്നും മമത. ബംഗാളിലെ ചിത്രം വ്യക്തമായി. സുവേന്ദു അധികാരി മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് മമത പുറത്ത്, വീട്ടിലല്ല മമത അകത്താകും, അഴിയെണ്ണും. കാരണം കേസുകൾ അത്ര കടുത്തതാണ്. പ്രത്യേകിച്ചും 2021 ശേഷം നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അക്രമ സംഭവങ്ങളെല്ലാം അക്കമിട്ട് SIT അന്വേഷിക്കാൻ പോവുകയാണ്. അതും കൂടി അന്വേഷിച്ച് വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിലെ ഗുണ്ടകൾ മുഴുവനും അകത്താവും. കാരണം എല്ലാവരും കേസിൽപ്പെട്ടിട്ടുണ്ട്. സന്ദേശ് ഖാലിയിലടക്കം എല്ലാവരും കേസിൽപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഗുണ്ടകളെയും പോലീസ് പൊക്കും. കാരണം അത് ചെയ്യാതെ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി തൃണമൂലിൻ്റെ ബാനറിൽ വന്ന് അതിനെ ആരും എതിർക്കില്ല. ഈ ഗുണ്ടകൾ തിരിച്ച് ഇപ്പം നോക്കൂ, മറ്റൊരു സംഭവം കൂടിയുണ്ട്. അവിടെ ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ നേതാവ്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അവിടുത്തെ ഒരു വളരെ പ്രസിദ്ധനായ ഒരു കക്ഷിയാണ്. ഈ പുള്ളി പിന്നെ മമതയെ ആക്രമിക്കുന്നു, അഭിഷേകിനെ ആക്രമിക്കുന്നു, ചീമുട്ട എറിയുന്നു, കല്യാൺ ബാനർജിയെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയാണ്. അദ്ദേഹം CPIMൻ്റെ ഇപ്പോൾ അദ്ദേഹം MLA ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയാം. അത് ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളാണ്. അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. മമത ആലോചിക്കണം, കഴിഞ്ഞ 15 വർഷം, അതായത് 2011 തിരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം എങ്ങനെയാണ് CPM കേഡറുകളെ മമത വേട്ടയാടിയത്, നശിപ്പിച്ചത് എന്ന് മമത ആലോചിക്കണം. ഇപ്പോൾ മമതയ്ക്ക് വേണ്ടി ഈ ചങ്ക് പറിച്ചെടുക്കുന്ന ഒരു രീതിയുമായിട്ട് രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും ഇടതുപക്ഷ നേതാക്കളും ഒക്കെ ഡൽഹിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അവരാലോചിക്കേണ്ടത്, അവർ തിരിച്ചറിയേണ്ട ഒരു സത്യം, 2011 മമത ചെയ്തെന്താണെന്നറിയാമോ? ഇടതുപക്ഷത്തിൻ്റെ MLAമാർ ജയിച്ചു വന്നവരെ കൊണ്ട് ചെവിയിൽ പിടിച്ച് ഏത്തമിടിയിച്ചു, അവരെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. എന്തിനാണ്? മമതയെ പണ്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് ഇടതുപക്ഷം ഇതിന് അർഹരാണ്, അത് വേറൊരു കാര്യം. പക്ഷേ അന്ന് ഇടതുപക്ഷ MLAമാരെ അതിഭീകരമായി ദ്രോഹിച്ച ആളാണ് മമത. മമത മുഖ്യമന്ത്രിയായി അവിടെ വന്നതിന് ശേഷം ഇടതുപക്ഷ MLAമാർക്ക്, ഇടതുപക്ഷമായിരുന്നു അവിടെ മുഖ്യ പ്രതിപക്ഷം,
ആ ഇടതുപക്ഷത്തെ താലങ്ങും വിലങ്ങും ഓടിച്ചിട്ടടിച്ച് നശിപ്പിച്ച് അവരുടെ പാർട്ടി ഓഫീസുകൾ മുഴുവനും പിടിച്ചെടുക്കാൻ പറ്റാത്തത് പൂട്ടി അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം മുഴുവനും അവസാനിപ്പിച്ച ഒരാളാണ് മമതാ ബാനർജി. ശരിക്കും മമത ഫാസിസ്റ്റാണ്. മമതയെപ്പോലൊരു ഫാസിസ്റ്റിനെ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടിട്ടുണ്ടാവില്ല. ഫാസിസ്റ്റ് മമത അത്തരത്തിലൊക്കെ ചെയ്ത് പറയുന്നത് BJP-കാരനല്ല, കോൺഗ്രസ്സുകാരനല്ല, CPM-ന്റെ MLA ആണ് പറയുന്നത്. ഇപ്പോഴാണ് നാവ് പോകുന്നത്. അപ്പം ഇയാൾ പറയുന്നുണ്ട്, ഈ MLA പറയുന്നുണ്ട്, ഇപ്പോൾ ഇതൊക്കെ പറയാൻ കഴിയുന്നത് ഇവിടെ BJP ഭരിക്കുന്നത് കൊണ്ടാണ്. ആപ്പിൾ വാച്ച് ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ ഒരു BJP ഭരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പറയാൻ കഴിയുന്നത്, ഇല്ലെങ്കിൽ ഞങ്ങൾക്കിത് പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, മമതയുടെ ഈ വീഴ്ചയിൽ ആരും കണ്ണീരൊഴുക്കരുത്, മമതയോട് ആരും സഹതപിക്കരുത്, മമത ഇതിനെല്ലാം അർഹത ഉള്ള ആളാണ്. ഇതെല്ലാം മമത ഇപ്പോൾ ഉന്നയിക്കുന്ന ഇരവാദം ഉണ്ടല്ലോ, അത് വെറും തട്ടിപ്പാണ്. മമത ഇതല്ല, ഇതിൽ കൂടുതൽ അനുഭവിക്കാൻ പ്രാപ്തയാണ്, പര്യാപ്തയാണ്. അതുകൊണ്ട് മമതയോട് ആരും സഹതാപം കാണിക്കരുത്, കാരുണ്യം കാണിക്കരുത് എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ MLA ആണ്. പറയട്ടെ, MA ബേബി ഇതിന് മറുപടി പറയട്ടെ. അല്ലെങ്കിൽ CPM-ന്റെ സമുന്നതരായ നേതാക്കൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടല്ലോ. ഇപ്പം ഇവിടെയും ആരൊക്കെയോ ഇങ്ങനെ മമതയുടെ പരാജയത്തിൽ ദുഃഖം അണപൊട്ടി ഒഴുക്കിക്കൊണ്ട് ചിലരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അത് BJP ജയിച്ചത് എന്തോ വലിയ മഹാപാതകമാണ്. ജനങ്ങൾക്ക് BJP ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അവർ BJP-യെ ജയിപ്പിച്ചത്. ജനങ്ങൾക്ക് നിങ്ങളെ ആവശ്യമില്ല, അതുകൊണ്ടാണ് നിങ്ങളെ തോൽപ്പിച്ചത് എന്നാണ് എനിക്ക് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരോട് പറയാനുള്ളത്. അവർക്ക് ആവശ്യമുള്ളവരെ അവർ ജയിപ്പിച്ചു. അതുകൊണ്ട് 102 സീറ്റുമായിട്ട് VD സതീശൻ അധികാരത്തിലെത്തി. 3 സീറ്റുകൾ BJP ജയിച്ചു. പകരം നിങ്ങളുടെ അവസ്ഥയോ, 100 സീറ്റുണ്ടായിരുന്ന നിങ്ങൾ 35 സീറ്റിലേക്ക് മുന്നണിയെ ഒതുക്കിയത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മറ്റൊരു പതിപ്പാണ് കഴിഞ്ഞ 15 വർഷം ബംഗാളിൽ മമത നടത്തിയത്. നിങ്ങൾ ചെയ്തതിൻ്റെ കുറെ കൂടി ഭയാനകമായ ഒരു വെർഷൻ അതാണ് മമത അവിടെ നടത്തിയത്. എന്തായാലും സ്വന്തം സഹോദരൻ ബാബുൻ ബാനർജി മമതയ്ക്കെതിരെ രംഗത്ത് വരികയും വെളിപ്പെടുത്തലുകൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. അവരോടൊപ്പമുണ്ടായിരുന്ന SFIയിൽ നിന്ന് വന്ന ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ പുതിയ പ്രതിപക്ഷം അവിടെ ഉണ്ടായിരിക്കുന്നു. അതിൽ 59 MLA-മാർ അവരുടെ കൂടെ ഉണ്ട്. മമത 20 MLA-മാരെ ഒരു യോഗം വിളിച്ച് 5-6 പേരെ വരുന്നുള്ളൂ. 20 MLA-മാർ ഉണ്ട് എന്ന് മാധ്യമങ്ങൾ പറയുന്ന മമതയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയം. ആ 20ഉം കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി. അവരും ഋതബ്രത ബാനർജിയുടെ അടുക്കലേക്ക് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ രാജ്യത്ത് പ്രതിപക്ഷം വേണം. അതുകൊണ്ടാണ് സുവേന്ദു അധികാരി പറഞ്ഞത്, ഇനി വരുന്നവരെ, തൃണമൂലിൽ നിന്ന് വരുന്നവരെ BJP-യിൽ എടുക്കില്ല. ഹിമന്ത ബിശ്വ ശർമ്മ ഇത് തന്നെ പറഞ്ഞു ആസാമിൽ, ഇനി കോൺഗ്രസിൽ നിന്ന് വരുന്നവരെ ഞങ്ങൾ എടുക്കില്ല, ഞങ്ങൾ മെമ്പർഷിപ്പ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്, തൽക്കാലം ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ഫയൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ഇനി പുതിയ മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല. പറഞ്ഞ രാജ്യത്ത് പ്രതിപക്ഷം വേണം. ഈ രണ്ടും കെട്ട രാഹുൽ ഗാന്ധി അല്ല പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കേണ്ടത്. സത്യത്തിൽ മികച്ച ആരെങ്കിലും അവിടെ ഇരിക്കണം. അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഇനിയും തുടർന്നാൽ ഇതുപോലെ ഭരണപക്ഷത്തിൻ്റെ ദയാവായ്പിൽ പ്രതിപക്ഷങ്ങൾ സൃഷ്ടിക്കപ്പെടും സംസ്ഥാനങ്ങളിൽ. തീർച്ചയായിട്ടും അതിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഭരണത്തിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് പുറത്തായ മമത എന്നേക്കുമായിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താകും. രാഷ്ട്രീയത്തിൽ നിന്ന് മമതയെ പുറത്താക്കും എന്ന് മാത്രമല്ല, മമതയെ കാത്തിരിക്കുന്നത് ജയിലഴികളാണ് എന്ന് വ്യക്തമാണ്. മമത മാത്രമല്ല, അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ളവർ, ഐപാക്കിൻ്റെ MD ഉൾപ്പെടെയുള്ളവർ അഴി എണ്ണാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം.